ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസം കൂടിയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലേ. ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയും നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ സമയവും വേണ്ട, കൂടുതൽ പണിയുമില്ല. ആദ്യം തന്നെ ആ ബിരിയാണിക്ക് വേണ്ടത് ഉള്ളിയാണ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. 7 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 തക്കാളിയും പിന്നെ ഒരു 8 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്. 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിന് ആദ്യം തന്നെ നേർങ്ങനാന്ന് പറയുന്നില്ല, നേർങ്ങനാന്ന് പറഞ്ഞാൽ കമൻറ്റ് വരും, അതെന്താ നേർങ്ങന, അതേത് ഭാഷ എന്നുള്ളത്. നൈസായിട്ട് എല്ലാവർക്കും അറിയുന്ന ഭാഷ എന്നാ പറയുക. നൈസായിട്ട് ഇതിനൊന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിനെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അല്ലാണ്ട് ഉള്ളിനെ വാട്ടുന്നൊന്നുമില്ല, ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സി നമ്മളടുത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളി കട്ട് ചെയ്യൽ വലിയ പണിയല്ല. ഇതിട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് കറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കുറേശ്ശെ എടുത്തിട്ട് 2 ഉള്ളിനെ 4 കഷ്ണാക്കിയത്. ഉള്ളി കട്ടിയാൽ ഈസി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് കാണിച്ചു. ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലും നെയ്യും കുറേശ്ശെ മതി. സാധാരണ നമ്മൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്ന പോലത്തെ ഓയിലും നെയ്യൊന്നും വേണ്ട, എണ്ണയെല്ലാം കുറവാണ്. ഹൈദരാബാദ് ബിരിയാണി എന്ന് ചോദിച്ചാൽ അതല്ല, നമ്മൾ തലശ്ശേരി ബിരിയാണി എന്ന് ചോദിച്ചാൽ അതുമല്ല. രണ്ട് ടേബിൾ സ്പൂണാണ് ഓയിൽ ഒഴിക്കുന്നത്. പിന്നെ 1 സ്പൂണിൻ്റെ അടുത്ത് നെയ്യാണ് ചേർക്കുന്നത്. ഇതിൽ എല്ലാ ഉള്ളിയും ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്യാം. നല്ല ഗോൾഡൻ നിറത്തിൽ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുന്ന പോലെ കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചാൽ ഇനി ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പണി എടുക്കാനുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ എന്തായാലും കുറച്ച് ടൈം എടുക്കും. ആ സമയം കൊണ്ട് അരി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കാം. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഒരു 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. 1 2 3 വേണം. കുറച്ച് മതി. രാത്രി കഴിക്കുവോ? രാത്രി ഉപ്പ് കഴിക്കൂല. 2.5 മതി തോന്നുന്നു അല്ലേ? 2.5 കപ്പ് അരിയാണ്. ഉച്ചക്ക് ബിരിയാണി ഇതേപോലത്തെ ചോറുണ്ടെങ്കിൽ തിന്നു കഴിഞ്ഞാൽ അതന്നെ രാത്രി ഇക്ക തിന്നൂല. അതുകൊണ്ട് ഇത്ര മതി. ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിന്നു. ഉള്ളിൻ്റെ കാര്യം ഇപ്പം പോവുകയാണ്. അരി നോക്കാൻ വന്നിട്ട് ഇതാ.
ആകെ മൊത്തത്തിലൊരു നിരീക്ഷണം നടത്തുന്നത്. എന്താ ഇന്നും ബിരിയാണിയാണോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് മൂപ്പർക്ക്. പാലല്ല ഇത്, അല്ല ഇത് നെയ്യാ, നെയ്യും ഓയിലും കൂടിയിട്ടുള്ളതാണ്. പാലിന്നുണ്ടാക്കുന്നു. അതന്നെ. അതിങ്ങനെ പത വരുന്നതാ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ബേജാറായിപ്പോയതാ. അല്ല നിങ്ങളെ മുഖം മൂഡ് ശരിയില്ല. പുതിയതല്ല ഇത്, നിങ്ങള് കഴിക്കണമെന്നറിയില്ലേ ഈ ബിരിയാണി? എന്താ അടിപൊളി അടിപൊളി. ഇപ്പം ലാസ്റ്റ് ബാച്ചും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് ഇതിന്ന് കോരുന്നില്ല. ഇനി നമ്മൾ നേരത്തെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തതിന് കുറച്ചവിടെ ബാക്കി വെച്ചിട്ട് ഇതും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലത് ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഞാനൊരു 10 പീസ്, ഇതാ ഈ ഒരു വണ്ണത്തിലുള്ള 10 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ഉള്ളി ഫ്രൈ ചെയ്യുന്ന മെത്തേഡ് മാത്രമേ കുറച്ചൊരു പണിയുള്ളൂ. ബാക്കിയെല്ലാം ഈസിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഉള്ളി ഫ്രൈ ചെയ്യാൻ എന്തായാലും കുറച്ച് ടൈം കൂടിക്കും. എന്തിനാ ഇനി ബബു ആണേ കുക്ക് ചെയ്ത് കാല് തട്ടുണ്ടേ. ബബു ഇളക്ക്. എന്താ ബാബു, ബാബു എന്താ വെക്കുന്നേ? എന്താക്കുന്നേ ബാബു? എത്ര പെട്ടെന്നാണ് എത്ര തീർന്നേ? എന്താ വെക്കുന്നേ? സങ്കടം വന്നിട്ട് കണ്ണല്ലതാ, കണ്ണിന് വെള്ളം തുടങ്ങും. ചിക്കൻ ബിരിയാണി ബബുവിന്റെ സ്പെഷ്യൽ അല്ലേ? പറഞ്ഞാ ബബു സ്പെഷ്യൽ. ബബു സ്പെഷ്യൽ പറ. ചിക്കൻ ബിരിയാണി. ബിരിയാണി ഇനി ഇപ്പൊ പറയുന്നത് നമ്മുടെ ഇതിപ്പോ ഏകദേശം ഒരു 2 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. 2 മിനിറ്റ് ഇതേപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് കുറച്ച് തീ കുറച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ഞാൻ ഇതേപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർക്കണം. പൊടി ചേർക്കുന്നതിന് മുമ്പ് തീ ഒന്ന് കുറച്ച് വെക്കാം. ആദ്യം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും നമ്മൾ. പിന്നെ മല്ലിപ്പൊടി അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കും മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടിയാണ്. അപ്പോൾ ഇത് എരിവുള്ള മുളകാണ്, അതുകൊണ്ട് അത് 1 ടീസ്പൂണ്. പിന്നെ കുറച്ച് കാശ്മീരി മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകും 1 ടീസ്പൂൺ. മുളക് പൊടിയാണ്, കുരുമുളക്, ജീരകപ്പൊടി. ജീരകപ്പൊടി ചെറിയ ജീരകം പൊടിച്ചത്. ചെറിയ ജീരകം. ഇനി ഇതും ചെറിയ തീയിലിട്ടിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യും. ഇതിങ്ങനെ കുറച്ച് സമയം നമ്മൾ പൊടിയിട്ടിട്ടും പിന്നെ ചിക്കനിട്ടിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ ഏകദേശം പകുതി വേവാകും. പിന്നെ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കൊണ്ടുള്ളൂ. ചെറിയതല്ലോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പൊടിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഈ ചെറിയ തീയിലൊക്കെ തന്നെ ഇതിന് 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്യാൻ നേരെ കിട്ടിയിട്ടില്ല. മുന്നേ കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ കട്ട് ചെയ്യും.
ഇത് നല്ല പുളിപ്പുള്ള തക്കാളി, അതുകൊണ്ട് 3 എണ്ണം മതി. മറ്റേ ബോർഡ് തക്കാളി ആണെങ്കിൽ അത്ര പുളിപ്പുണ്ടാവില്ല. നമ്മുടെ തക്കാളിൻ്റെ എണ്ണം കൂട്ടണം. ഇനി പച്ചമുളകും കൂടി. പച്ചമുളക് ചതുക്കിയിട്ടില്ല, നീളത്തിന് ഇങ്ങനെ അരിഞ്ഞിടുകയായിരുന്നു. ഇനി ഇതും നല്ലോണം മിക്സ് ചെയ്യാം. ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ട് ബോറടിച്ചിട്ട് ഇതിങ്ങനെ ഉരുത്തി കളിച്ചതാണ്. ഇനി കുറച്ച് മല്ലിയിലയും പുതിന ഇലയാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതും വെക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ലേ? ആയിരിക്കും. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഇപ്പോൾ ഏറ്റവും വലിയ മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ കട്ട് ചെയ്യാനുണ്ടാവും, കുറേ വോയിസ് കൊടുക്കാനുണ്ടാവും, കുറേ നേരം അങ്ങനെ പോകും. അപ്പോൾ പിന്നെ മടിയാവും. അതാണ് വീഡിയോ എടുക്കാനുള്ള മടി. അപ്പോൾ ഇത്രയും പുതിനയിലയും മല്ലിയിലയും എടുത്തിട്ടുണ്ട്. മല്ലിയിലെൻ്റെ മണം അങ്ങനെ ഇല്ല. മല്ലിയിലല്ല, മറ്റേ ഒരു ഇല ഉണ്ട് ഇതിൻ്റെ. ഇതിൻ്റെ പേര് പറയാം, അതിലെല്ലാം തോന്നും. ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഇളക്കാം. കാണാൻ നല്ലൊരു ഭംഗി അല്ലേ? കുറച്ച് ഗ്രേവി പോലെ ആയാലും കിട്ടുന്നില്ല. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇടക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഇളക്കണം. നമ്മൾ മറന്നുപോയൊരു കാര്യമുണ്ട്. അരി കുതിർത്തിട്ട് അരമണിക്കൂറായി. ഇനി അതിനൊന്ന് ഊറ്റിയെടുക്കണം. കൂടുതൽ സമയം വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അരി വെന്ത് കുടഞ്ഞു പോകും. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മതി. ചെമ്പിലിങ്ങനെ മുട്ടാൻ പാടില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയില്ല, പക്ഷേങ്കിൽ എന്നോട് ഇങ്ങനെ മുട്ടിപ്പോകും. അപ്പം നമ്മൾ പണി എളുപ്പം കഴിയണമെങ്കിൽ ഈ ഇളക്കം കിട്ടുന്ന സമയത്ത് പാത്രങ്ങളെല്ലാം നേരം തന്നെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടില്ല. ഫുഡ് ഉണ്ടാക്കുന്നത് എളുപ്പമാണ്, എല്ലാവർക്കുള്ള ബുദ്ധിമുട്ട് പാത്രം കഴുകലാണ്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ പാത്രം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കാം.
പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ എന്താ ബേ ലീഫ്, ഒരു നുള്ളു ചെറിയ ജീരകവും കൂടി ഇടുന്നുണ്ട്, പുതിന ഇല ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലേ. ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. പിന്നെ ചോറല്ല അരി. അരി വേവിക്കാൻ. അരി ചോറല്ല, അതാണ് ഉപ്പ്. പക്ഷെ ചോറ് വേവിക്കൂല, അരിയല്ലേ വേവിക്കാം. പിന്നെ കുറച്ചൊരു ഓയിൽ, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓയിൽ. തിളച്ച് കഴിഞ്ഞാൽ അരിയിട്ടിട്ട് ചോറ് ഊറ്റിയെടുക്കുകയായിരുന്നു. ഊറ്റിയെടുത്ത ചോറ് സാധാരണ നമ്മൾ ദമ്മിലിടുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ റെഡിയാവും. ബിരിയാണി റെഡിയാവും. അപ്പോൾ ചിക്കൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണം, നല്ല കളറ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ചിക്കനോട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഇനിയിപ്പോൾ ദമ്മിടുന്ന സമയത്ത് നല്ല ഉടഞ്ഞു ഇല്ല, ചെറിയ തീയിലുള്ള ഇത് ചോറായി കഴിഞ്ഞാൽ ചൂടോടെ തന്നെ ഇടേണ്ടതാണ്. വേണമെങ്കിൽ ഒപ്പാക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി ചിയാ സീഡ്സ് കഴിക്കുന്നു. ഇപ്പോൾ 20 ഗ്രാം വെച്ചിട്ടേനും കഴിക്കലേ. പിന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത് അത്ര നല്ലതല്ല എന്ന് പറയുന്ന കേട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 10 ഗ്രാമേ ഉണ്ടാവും. ഒരു 15 മിനിറ്റ് ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് കുടിച്ചാൽ മതി. നമ്മൾ ഈ ചോറ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട്, ഇപ്പോൾ ഒരു മണിക്ക് 1.5 മണിക്ക് ചോറ് തിന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/2-3/4 മണിക്കൂർ മുമ്പ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ അളവ് കുറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇടയ്ക്ക് ഞാൻ തന്നെ കുറക്കുന്നത്, എനിക്കത്ര കുറക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പിന്നെ വെയിറ്റ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചതായിരുന്നു. ഇടയ്ക്ക് ചിലപ്പം വിശപ്പില്ലാണ്ട് തോന്നും, ചിലപ്പം അങ്ങനെ വിശപ്പ് കുറഞ്ഞതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതിവിടെ സോക്ക് ചെയ്തിട്ട് വെക്കാം. അയ്യോ, ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നേരത്തെ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇടാൻ വേണ്ടി പോകുന്നു. ഇതൊരു 4-5 മിനിറ്റേ വേണ്ടു ഈ അരി വേവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വെന്ത് ഉടയാണ്ട് ഇതിനെ ഊറ്റിയെടുക്കണം. ഇന്നെന്താണെന്നറിയില്ല, അരി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഓടിക്കളിക്കുന്നുണ്ട്. വിരുന്നുകാർ ആരെങ്കിലും ഉണ്ടാവും തോന്നുന്നു. മാറ്റി. അയ്യോ, ഹലോ ഗൈസ് പറയൂ. കുപ്പായം മാറ്റിയാ? ഇതെന്താ കുപ്പായം മാറ്റിയാ? ഇങ്ങനെ നമ്മള് ഇളക്കും. പൊള്ളണ്ടേ? ഉമ്മമ്മന്റെ പരം കുക്കിംഗ് പഠിക്കണേ ബബു. ഉപ്പാപ്പാന്റെ പരം പോയിട്ട് വെള്ളത്തിൽ നിൽസാ. പറഞ്ഞോ, എന്താ പറയാ? ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താക്കുന്നത് നമ്മൾ ഇന്ന് എന്താക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്താക്കുന്നേ? എന്ത് ബിരിയാണിയാ? എന്ത് ബിരിയാണി? പറഞ്ഞോടുക്ക് ബാബു. ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഉണ്ട്. ഇനി ഇത് വേട്ടെ പറ. ഇത് വേട്ടെ. ഇതെല്ലാം ഇളക്കി ഇതെല്ലാം ഇളക്കി കണ്ടാ. ഇതെല്ലാം വന്ന് ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കി. എങ്ങനെയുണ്ട്? നല്ല മണമുണ്ടോ പറ? നോക്കല്ല, അത് വേട്ടെ. ഇറങ്ങി ഉമ്മമ്മക്ക് ബിരിയാണി നോക്കട്ടെ. ഇറങ്ങടി. ഇറങ്ങണ്ടേ? അതൊന്നും തരൂല. ബിസ്മില്ലാ. എരിയൂല, ഉള്ളിയാ. ബിസ്മില്ലാ. അടിപൊളി. വെള്ളം കുടിക്കട്ടെ. ബബുവ തരാം. ബിസ്മില്ലാ. ഉമ്മമ്മ കുടിക്കോ? ഉമ്മമ്മ ഒറ്റ കുടിക്കോ? പാട്ട് പാടി കൊടുത്താൽ കുടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടാ. കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെ ഇറക്കാം. വലിയ പ്രയാസമൊന്നുമില്ല, മധുരവും ഇല്ല, പുളിപ്പും ഇല്ല, ഒന്നും ഇല്ലാന്നുള്ളൂ. ടേസ്റ്റും ഇല്ല. എന്നാലും കുടിക്കുന്നതിന് കുഴപ്പമില്ല. സ്പൂൺ ഇടങ്ങാറായില്ല.
ഇളക്കി. ഇനി സ്പൂണ് ബാബുവിൻ്റെ കൈമ പിടിക്കേ. ഇത് പിടിക്ക് ഉമ്മ, ഇത് കുടിക്കട്ടെ. ദാബു ഉമ്മാമ്മക്ക് ഒരു പാട്ട് പാടി കൊടുത്താ അത് കുടിക്കുന്ന മതി. മതി കുടിക്കണ്ട ദാബോ. ഇത് കുടിക്കാൻ പറ്റൂല. വേ കുടിച്ച് ഇറക്കി കൊടു. ദാബു പാട്ട് പാടിയാ മലർക്കൊടി പാടിയാ. ഞാൻ തരാം, സ്പൂണിൽ തരാം. അയ്യോ തുള്ളി എന്നാ ഇത് കുടിക്ക്. അപ്പോഴത്തേക്ക് ഉമ്മ ഇത് വേഗം കുടിക്ക്. ഇറക്കിക്കൂടെ. നീ പറയുന്ന പോലെ ഇറക്കാൻ പറ്റുന്ന ഏത് പാട്ടറിയാം? മലർപ്പൊടി. പെണ്ണിനെ കണ്ട് സ്വർഗവും കണ്ട്. സൂപ്പർ. അടിപൊളി. ഏത് പാട്ടാ പാടിയെന്ന് ഇപ്പൊ ആർക്കെങ്കിലും തിരിഞ്ഞനാ? ഇല്ലുമിനാറ്റി പാടി കൊടുക്കും. ഇനി ഏതാ? ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്തേട്ടാ. ചോറിപ്പോ വെന്തിട്ടുണ്ട്. വെന്തതെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വെന്തിട്ടില്ല, 90% വെന്തിട്ടുണ്ട്. പറഞ്ഞോ കുറച്ച് ഒന്നുമുണ്ടല്ലേ. ചോറിപ്പോ വെന്തിട്ടുണ്ട്, 90% വേണ്ടു. ഫുള്ളായിട്ട് വേണ്ട ആവശ്യമില്ല, കാരണം മസാലയിൽ നിന്ന് കുറച്ചും കൂടി വേകാനുള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇങ്ങനെ വന്നാൽ മതി. ഇനി ഇതിനൊന്ന് ഊറ്റിയിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ആറിയതിന് ശേഷം മാത്രം മസാലയിലേക്ക് ഇടാം. തീ ഓഫാകട്ടെ. വെള്ളം ഇടൊന്ന് തുറന്നു നോക്കട്ടെ. ഒന്ന് വെള്ളം പാരട്ടെ. നേരത്തെ ഓഫാക്കിയതേനു. ഞാൻ പിന്നെ ചോറിടാൻ നേരത്ത് വീണ്ടും ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നേരത്തെ എല്ലാ പൊടികളും ചേർക്കുന്ന സമയത്ത് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർക്കണേ. അത് വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. ചിക്കൻ വേവിക്കുന്ന സമയത്ത് തന്നെ ഗരം മസാല പൊടിയും കൂടി ചേർക്കേണ്ടതാണ്. പിന്നെ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയിൽ നിന്ന് അത് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ചോറ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ദമ്മിലിട്ടാൽ മതി. ചോറ് ചൂടുണ്ട്. പിന്നെ കുറച്ചൊന്ന് വെള്ളം പാരാൻ വെച്ചിട്ടേ ഉള്ളൂ. ടൈമുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടിയും വെക്കാം. ഇതിപ്പോൾ ഏകദേശം ചോറ് തിന്നേണ്ട സമയമായി. കുറച്ച് ഫുഡ് കളർ ഇടുന്നില്ല, മഞ്ഞൾ പൊടിയാണ് കലക്കിയത്. മഞ്ഞൾ മഞ്ഞൾ പൊടിൻ്റെ കളർ പൊടിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിതിൽ മസാല പൊടികളെല്ലാം ചേർത്തിട്ട് അതിൻ്റെ ഒരു കളർ ഉണ്ടാവും. ഒരു സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് എന്നാലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ.
ഉള്ളി പൊരിച്ചത് ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടില്ല. കാരണം കുറച്ച് എണ്ണയിൽ പൊരിച്ചതായതുകൊണ്ടാണ് ഇതിങ്ങനെ ക്രിസ്പി അല്ലാണ്ടുള്ളത്. കുറേ എണ്ണയിൽ പൊരിക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് ഗോൾഡൻ കളറായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇനി ഇത് വാഴ ഇല വെച്ചിട്ട് നല്ലോണം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അടപ്പ് വെക്കുന്നത്. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് 10 മിനിറ്റ് ഇതുപോലെ വെക്കാം. അതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വിളമ്പിയാൽ മതി. അത്ര സമയം കൂടി ബാക്കിയുള്ള കഴുകി കഴിഞ്ഞാൽ നമ്മൾ ചോറ് റെഡിയായി. പണി കഴിഞ്ഞു, ചോറ് റെഡിയായിരുന്നു, പണി കഴിഞ്ഞു. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ആക്കിനേനും അയ്യോ വെള്ളം മറിയുന്നു. എന്നിട്ടിപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ടൈമിലാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. നെയ്ച്ചോറ് പോലെ തന്നെ ഉണ്ട് കാണും. ഇപ്പം നെയ്ച്ചോറ് പോലെ ഉണ്ട്. ഇനി ഇത് ഇപ്പോൾ കുറച്ച് ബബുവിന് ലേശം ചോറ് മാറ്റട്ടെ, എന്നിട്ട് മിക്സ് ചെയ്യാം. അതില്ല ഇനിയിപ്പോൾ ഈ ചോറിന് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ചോറെല്ലാം കറക്റ്റ് വേവിന് തന്നെയുള്ളത്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കുതിർത്ത സമയവും പിന്നെ വേവിച്ച സമയവും കറക്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് 2-3 പ്രാവശ്യം ഇങ്ങനെ ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മതി ആയോ അല്ലാണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് അത് 6 മിനിറ്റ് കൊണ്ട് വേകുമെന്ന് പറഞ്ഞാൽ ചില സമയം പണി വാളും. അപ്പോൾ ഇടയ്ക്കിടെ നോക്കിയിട്ട് വേവൊന്ന് കൺഫേം ചെയ്യണം, എന്നിട്ട് വേണം. അല്ലെങ്കിൽ വെന്തുടഞ്ഞു കഴിഞ്ഞാൽ ചോറിൻ്റെ ടേസ്റ്റ് മാറി. നമ്മളെങ്ങനെ നല്ലോണം വെച്ച് കഴിഞ്ഞാലും സ്പൂൺ എടുത്തോളൂ. അല്ല, ചോറ് കോരാൻ നല്ലത് ഇതാണ്. ഇങ്ങനെ മസാല ഇല്ലാണ്ട് ചോറ് പോക്കും. ഇതിനുള്ള മുഴുവൻ ചോറും ഇങ്ങോട്ടേക്ക് തട്ടണം. ഈ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇട്ടതാണ്. പക്ഷേ അളവും കാര്യമെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് ഇട്ടത്. പിന്നെ അതിനകത്ത് വന്ന മ്യൂസിക് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്ന സമയത്ത് സൗണ്ട് മ്യൂട്ടാക്കി കളഞ്ഞു. അതുകൊണ്ട് അതിനകത്ത് അളവും കാര്യമൊന്നും ഇല്ല. പിന്നെ അത് ആ സമയത്ത് തീരെ ഒരു വ്യൂ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇട്ടതാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ചിക്കനും മസാലയും കൂടി വിളമ്പാം. ചിക്കനൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇത് ഇക്കാനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഇക്ക ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഇക്കുള്ള സമയത്ത് വെച്ചിട്ടില്ല. കഴിച്ചിട്ട് വേണം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറയാൻ. പിന്നെ ഓരോ സമയം ഓരോ മൂഡായിരിക്കും ഫുഡ് കഴിക്കുമ്പോൾ. നല്ല മൂടാണെങ്കിലും നല്ല അഭിപ്രായം പറയും, അല്ലെങ്കിൽ പിന്നെ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. ബിരിയാണിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയും പോലെയുണ്ട്. ഇത് ബിരിയാണിയാണെന്ന് നേരത്തെ പറഞ്ഞു. കിടിലം ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി നമ്മൾ വേണം അച്ചാറിട്ടാ അഭിപ്രായം പറയണം. ഉള്ളതുപോലെ പറഞ്ഞാൽ ഞാന് വീഡിയോയിൽ കിടിലം ബിരിയാണി എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇതിനെടുത്തത് ഇൻട്രോ. നമ്മള് മുമ്പ് കഴിച്ച സമയത്ത് കിടിലം തന്നെയാണ്. ഇപ്പൊ നിങ്ങളടുത്ത് എന്നാലിപ്പോ വായി പോക്കും. എങ്ങനെയുണ്ട്? കിടിലമാണോ? നല്ല ബിരിയാണിയാണ്, സൂപ്പറാ. വെറൈറ്റി ആണോ ഇവിടെ ബിരിയാണി? സൂപ്പർ ഹൈദരാബാദ് സ്റ്റൈലിൽ ബിരിയാണി ഇന്ന് കേട്ടിട്ടേ ഉള്ളൂ. വീഡിയോയില് വോയിസ് കൊടുക്കുന്നുണ്ട്, ഒച്ചപ്പാടില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് കൊടുത്തതായത്. കണ്ണിലൊന്നും കുറച്ച് കണ്ണിലാക്കുന്നത്. അപ്പോ
കുറച്ച് കണ്ടില്ലാക്കും ഇപ്പം എരിയുന്നില്ല. അച്ചാറ് മാത്രമൊക്കെ എരിയുള്ളൂ, ബാക്കിയെല്ലാം എരിയും. അപ്പോൾ ഇന്നത്തെ ഓൺ വോയിസ് കൊടുത്തിട്ടുള്ള വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യാം. ബിരിയാണിനെ പറ്റിയിട്ടുള്ള കമൻറ്റ് ചെയ്യാം. ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ട് എന്താ നിങ്ങളെ അഭിപ്രായം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഓൺ വോയിസിൽ കൊടുത്തിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്തായാലും വീഡിയോ ഇതിപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഇപ്പം ഞാനിത് തിന്ന